ഷഫീദ്, നമുക്കറിയാം ജയറാം ഒരു അയ്യപ്പ ഭക്തനാണ്. ശബരിമല ശ്രീകോവിലേക്ക് പുതിയതായി നിർമ്മിച്ച സ്വർണ്ണപ്പാളികൾ വീട്ടിൽ വെച്ച് പൂജിക്കുക എന്ന് പറയുന്നത് ഒരു ഭക്തനെ സംബന്ധിച്ച് വലിയ കാര്യമായിരിക്കും. അത് പോറ്റി പറഞ്ഞത് പ്രകാരം അത് വെച്ച് പൂജ നടത്തി. അതിനപ്പുറം പോറ്റി ജയറാം മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ, മറ്റെന്തെങ്കിലും സാമ്പത്തിക ഇടപാടുണ്ടോ, ജയറാമിൽ നിന്ന് പോറ്റി ഏതെങ്കിലും തരത്തിൽ പണം വാങ്ങിയിട്ടുണ്ടോ, അറിഞ്ഞോ അറിയാതെയോ പണം വാങ്ങിയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഈ തട്ടിപ്പ് നേർക്കുന്നവർ അറിയാതെ പണം വാങ്ങുന്ന പരിപാടി ഇയാൾക്കുണ്ടല്ലോ, പോറ്റിക്കുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും ചോദ്യം ചെയ്യൽ വെളിവാകുന്നുണ്ടോ, അതോ ഈ ജയറാം പറയുന്നത് പോലെ എനിക്ക് പോറ്റിയെ ശബരിമലയിൽ കണ്ട അറിവേ ഉള്ളൂ, പിന്നെ ഈ പറയുന്ന വീട്ടിലേക്ക് കൊണ്ടുവന്ന പൂജയ്ക്ക് ഒക്കെ കൂടെ വന്ന ഒരാൾ എന്നതിനപ്പുറം തട്ടിപ്പിനെ പറ്റി കാര്യമായ അറിവില്ല എന്ന് ജയറാം പറയുന്നത് പൂർണ്ണമായി SIT മുഖവിലേക്ക് എടുക്കുന്നുണ്ടോ ഷഫീദ്? SIT സംബന്ധിച്ച് ഇപ്പോൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് അവർ താല്പര്യപ്പെടുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ CDR ആയിരുന്നു ഇക്കാര്യത്തിൽ ഉന്നതരുടെ പട്ടിക തയ്യാറാക്കാനുള്ള SITയുടെ ചിന്തയുടെ പിന്നിൽ. ഏതായാലും ആ പട്ടിക തയ്യാറാക്കിയ സാഹചര്യത്തിലാണ് ജയറാമിനെ കൂടി ചോദ്യം ചെയ്യാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മൊഴി കൂടി രേഖപ്പെടുത്താമെന്നുള്ള നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടന്നത്. അതിൽ ജയറാം പറയുന്ന കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല. അതിനപ്പുറത്തേക്ക് അതിനെ ഏതെങ്കിലും തരത്തിൽ ക്രോസ് ചെയ്യാനുള്ള തെളിവുകൾ ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ പക്കലുമില്ല. ഒരു ഭക്തൻ എന്ന രീതിയിൽ, ശബരിമലയിൽ ഒരു ഭക്തൻ എന്ന രീതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങനെ പലരെയും ഈ വിഷയവുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ജയറാമിനെയും ബന്ധപ്പെടുത്തുന്നത്. പൂജയുടെ ഭാഗമായി മാത്രമാണ് ഈ സ്വർണ്ണപ്പാളികൾ അതിൽ ജയറാം ഇടപെട്ടിട്ടുള്ളത്. അങ്ങനെ അവിടേക്ക് എത്തുന്നു, അദ്ദേഹം അവിശ്വാസത്തിന്റെ ഭാഗമായി പൂജയിൽ പങ്കെടുക്കുന്നു, അതിനുശേഷം മടങ്ങിപ്പോകുന്നു. വീട്ടിലും എത്തിച്ചത് അങ്ങനെ തന്നെയാണ്, ഇളമ്പള്ളി ക്ഷേത്രത്തിലും ജയറാം എത്തിയത് അങ്ങനെ തന്നെയാണെന്നുള്ള വിലയിരുത്തലാണ് ഇപ്പോൾ SITക്കുള്ളത്. മറിച്ച് മറ്റേതെങ്കിലും തരത്തിലുള്ള കണ്ടെത്തലിലേക്ക് എത്താൻ SITക്ക് ഇതിനോടകം തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. ഏതായാലും ഇനിയും കുറച്ചുകൂടി ആളുകളെ മൊഴിയെടുക്കുന്നതും ചോദ്യം ചെയ്യൽ വിവരങ്ങളൊക്കെ വരും ദിവസങ്ങൾ പുറത്തേക്ക് വരികയും ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.